ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 5ൻ്റെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കണ്ടസ്റ്റൻസ് ഒക്കെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ അവർക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവങ്ങളൊക്കെ നോമിനേഷനിലേക്ക് കാരണമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവുവിനെ 5 പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈബർ ഗുഡ് ദേവുവിനെ ഇന്നലെ ആ കട്ട വലിച്ചെറിഞ്ഞത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് തന്നെയാണ് മനീഷ ഉൾപ്പെടെയുള്ളവർ ദേവുവിനെ നോമിനേറ്റ് ചെയ്തത്. ഗോപികയും ചിലർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗോപികയുടെ ഗെയിം സ്ട്രാറ്റജി അവിടെ പലർക്കും പ്രൊവോക്കിംഗ് ആയി തോന്നുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോപികയെ പലരും അവിടെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പാർട്ട് ഓഫ് ഗെയിം. അതുപോലെ തന്നെ ഇപ്പോൾ നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ജയിലിലോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുന്നത് നമ്മുടെ ഷും അതുപോലെ ഏഞ്ചലിൻ മറിയമാണ്. രണ്ടുപേരും ഡിസർവിങ് ആയിട്ടുള്ളവരാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ടാസ്കിൽ, വീക്കിലി ടാസ്കിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല എന്നതൊരു റിയാലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാം, ബട്ട് അദ്ദേഹം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ടാസ്കിൽ. രണ്ടാമത്തേത് ഏഞ്ചലിൻ മറിയ ഒരു തരത്തിലും വീട്ടിലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യുന്നില്ല. കിച്ചൺ ഡ്യൂട്ടിയിലൊക്കെ വളരെയധികം പരാജയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിയയുടെ പേര് വന്നതിലും അത്ഭുതമൊന്നുമില്ല. സോ ഇവർ രണ്ടുപേരും ജയിലിൽ പോകാൻ അർഹരാണ് എന്ന് തന്നെയാണ് എൻ്റെയും ഒപ്പീനിയൻ.